നമസ്തേ, എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ കേരള പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആമുഖത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ആമുഖം എന്ന് നമുക്ക് പഠിക്കാം. 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂട്ടീവ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ഒരു ലക്ഷ്യപ്രമേയമാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, പക്ഷെ അറിയാത്ത പേര് കാണും. അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും കൂടെ ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കിക്കോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എപ്പോഴാണ്? 1947 ജനുവരി 22. അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമുണ്ടല്ലോ, അത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പാസ്സാക്കിയത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് 1947 ജനുവരി 22 കേട്ടോ. ജനുവരി 22, 1947 നമ്മുടെ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതി എന്ത് ചെയ്തത്? പാസ്സാക്കിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26 കേട്ടോ. 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 വർഷങ്ങളാണിത്. നമ്മുടെ ഈ ലക്ഷ്യപ്രമേയം പാസ്സാക്കിയത് 1947 ജനുവരി 22. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26. അടുത്ത ചോദ്യം നോക്കിക്കേ. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ. എന്താണ് നാം ഭാരതത്തിലെ ജനങ്ങൾ അഥവാ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത്. അപ്പോൾ മറന്നു പോകല്ല്, നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ആമുഖത്തിൽ എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. കാരണം നമ്മൾ പാഠപുസ്തകം മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു ചിത്രമാണ് നമ്മുടെ ആമുഖത്തിൻ്റെത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിപ്പിക്കുന്ന ഒരേ ഒരു തീയതി. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ LGS എക്സാമിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. 1949 നവംബർ 26 കേട്ടോ. നവംബർ 26. അപ്പോൾ ഈ ഡേറ്റും വർഷങ്ങളും മാസങ്ങളും ഒന്നും മറന്നു പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി നമ്മുടെ ആമുഖത്തിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ഇന്ത്യൻ ഭരണഘടന രത്നം അല്ലെങ്കിൽ അലങ്കാരം അല്ലെങ്കിൽ ആഭരണം എന്നൊക്കെ. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന തത്വം അല്ലെങ്കിൽ സാരാംശം, ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ, ഇവയൊക്കെയാണ് ആമുഖത്തിൻ്റെ വിശേഷണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് കിട്ടിയാൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമസ്തേ.